ഞാൻ വേഗം കുളിച്ച് റെഡിയായിട്ട് ആര്യനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ പോവാട്ടോ. ഓന് 12 1:10 സ്കൂൾ വിടും. സമ്മറിലാണ് 12:30 12:45 സ്കൂൾ വിടുന്നത്. വിൻ്റർ ആകുമ്പം 1:10 സ്കൂൾ വിടും കേട്ടോ. അത് ഞാനൊരു 1:05 ആകുമ്പോൾ മെല്ലെ പോയാൽ മതി. കാരണം അവിടെ ഈ പിള്ളേരെല്ലാം ഈ ലൈൻ ബൈ ലൈൻ ക്ലാസ് വൈസ് പേര് വിളിച്ചിട്ടാണ് വിടൽ. അപ്പം അത്രയും സമയം അവിടെ വെയിലത്ത് നിൽക്കേണ്ടി വരും. അപ്പം ഞങ്ങളൊരു 1:10 എല്ലാം ഇടുന്ന് വീട്ടിൽ നിന്ന് വിട്ടാൽ ഇവരെല്ലാം വിട്ടിട്ട് ഈ ഞങ്ങളെ പിള്ളേർ അവിടെ സൈഡ് മെല്ലെ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ വിളിച്ചുകൊണ്ട് വരും കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഭയങ്കര റഷാണ്. എന്നെ കണ്ടപ്പാടൻ ഇവന് ഭയങ്കര സ്നേഹമെന്ന് അങ്ങനെ കെട്ടിപ്പിടിക്കലും മുക്കലെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ വേഗം സൈക്കിൾ കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ ആരും വേണ്ട നേരെ പോകട്ടെ. ഇവിടെ പിന്നെ വലിയ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ടെൻഷനില്ല. സൈക്കിൾ ചവിട്ടാൻ നല്ല സ്പീഡിൽ ചവിട്ടി പോയാലും നേരെ വീട്ടിലേക്ക് എത്തുമെന്നുള്ളൊരു ധൈര്യമുണ്ട്. പിന്നെ ഈ കുരങ്ങന്മാരെടുക്ക് വരും എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവന് നേരെ പോയിക്കോളും, പേടിയൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ വീട്ടിൻ്റെ അടുത്ത് എത്തിയപ്പാടനെ ഞാൻ വേഗം ആറിട്ട തുണിയെല്ലാം എടുത്തിട്ടാണ് മേലെ പോകല്. ഇല്ലെങ്കിൽ എനിക്ക് താഴെ വരാൻ ഭയങ്കര മടിയാണ്. പിന്നെ അത് പിറ്റേ ദിവസമായിരിക്കും ഞാൻ എടുക്കൽ. അതിനെക്കൊണ്ട് ഞാൻ ഇവനെയും സ്കൂളിൽ നിന്ന് വിട്ടിട്ട് മേലെ കയറുമ്പം ഞാൻ തുണിയും ഉണങ്ങാനിട്ട തുണിയെല്ലാം എടുത്തിട്ട് മേലെ കയറും. അപ്പോൾ ആ പണിയൊന്നും കഴിഞ്ഞല്ല. പിന്നെ ഞാൻ അവനെ ഡ്രസ്സെല്ലാം മാറ്റിപ്പിച്ചൊന്ന് ഫ്രഷെല്ലാം ആക്കിയിട്ട് പിന്നെ ഞാൻ അവന് ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞ് ഇന്ന് പുലാവാട്ടാക്കിയത്. പുലാവെങ്കിലും അവന് കുറച്ച് തിന്നോളും. വേറെ എന്ത് ഫുഡ് കൊടുത്താലും അവന് ഭയങ്കര മടി തിന്നാനും. പിന്നെ ചപ്പാത്തിയാണ്. അല്ലാണ്ട് ചോറ്, നമ്മുടെ നാട്ടിലെ ചോറൊന്നും തിന്ന ഒരു ചെക്കനേ അല്ല. ഇതിനിപ്പോൾ പക്ക ഹിന്ദിക്കാരനായിനിത്. അപ്പം ഞാനവന് വേഗം പുലാവ് കൊടുത്തു. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പം കുറച്ച് സമയം ഉറങ്ങും. ഇല്ലെങ്കിൽ ഇങ്ങനെ TV കണ്ടുകൊണ്ട് നിൽക്കട്ടെ ഒരു 4 മണി വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സ്കേറ്റിംഗ് ക്ലാസ് എല്ലാം ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.